أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. المعتل من الأفعال ما ഫിഅലുകളിൽ നിന്നുള്ള മുഅത്തൽ എന്ന് പറഞ്ഞാൽ അതൊരു ഫിഅലാണ്. കാന എങ്ങനെയുള്ള ഫിഅൽ? കാന അഹദു ഉസൂലിഹി, ആ ഫിഅലിന്റെ അടിസ്ഥാന അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നായിരിക്കുന്നു. ഹർഫ ഇല്ലത്തിൻ, ഇല്ലത്തിന്റെ ഹർഫ് ആയിരിക്കുന്നു. അങ്ങനെയുള്ള ഫിഅലിനാണ് മുഅത്തലായ ഫിഅൽ എന്ന് പറയാം. അടിസ്ഥാന അക്ഷരങ്ങൾ ഫാ ഫിഅൽ, ഐൻ ഫിഅൽ, ലാം ഫിഅൽ. സുലാസി മുജറദിൽ, സുലാസിയിൽ ഫാ ഫിഅൽ, ഐൻ ഫിഅൽ, ലാം ഫിഅൽ. സുലാസിയിൽ റുബാഇയിൽ ഫാ ഫിഅൽ, ഐൻ ഫിഅൽ, ലാം ഫിഅൽ, പിന്നെ രണ്ടാം ലാം ഫിഅൽ. റുബാഇയിൽ രണ്ട് ലാം ഫിഅലും ഓരോ ഫാ ഫിഅലും ഐൻ ഫിഅലും, ഇങ്ങനെയാണ് ഉണ്ടാവുക. സുലാസിയിൽ ഫാ ഫിഅൽ ഒന്ന്, ഐൻ ഫിഅൽ ഒന്ന്, ലാം ഫിഅൽ ഒന്ന്, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലത്തിന്റെ ഹർഫായിട്ട് വന്നാൽ ആ ഫിഅല് മുഅത്തലായിട്ട് പരിഗണിക്കപ്പെടും. വഹിയ, ആ ഇല്ലത്തിന്റെ ഹർഫുകൾ അൽ വാവു, വാവാണ്. അൽ യാഉ, യാഉം ആണ്. അൽ അലിഫു, അലിഫും ആണ്. എങ്ങനത്തെ അലിഫ്? അൽ മുൻഖലിബതി, മറിഞ്ഞുണ്ടായതായ. അൻഹുമാ, ആ വാവിനെയും യാഇനെയും തൊട്ട്. ഖാല എന്ന് പറഞ്ഞിടത്തുള്ള ആ അലിഫ് അത് വാവ് തരം മറിഞ്ഞുണ്ടായതാണ്, പരിണമിച്ചുണ്ടായതാണ്. മനസ്സിലായില്ലേ? റമ എന്ന് പറഞ്ഞിടത്തുള്ള അലിഫ് യാ പരിണമിച്ചുണ്ടായതാണ്. അലിഫാണ്, പക്ഷെ യാ പരിണമിച്ചുണ്ടായതാണ്. റമയ എന്നാണ്. ആ യാഇനെ അലിഫാക്കി മാറ്റിയതാണ്. അപ്പൊ അലിഫ് ഒരു മുഅത്തലായ ഫിഅലിൽ നമ്മൾ കണ്ടാൽ മനസ്സിലാക്കണം, അത് ഒന്നുകിൽ മുമ്പ് വാവായിരുന്നു പിന്നെ അലിഫായതാണ്, അല്ലെങ്കിൽ മുമ്പ് യാ ആയിരുന്നു പിന്നെ അലിഫായതാണ്. ചില സമയത്ത് യാ അച്ചേൽക്കന്നെ അവിടെ വരും, അലിഫാവൂല. അതുപോലെ ചിലപ്പം വാവ് അച്ചേൽക്കന്നെ വരും, അലിഫാവൂല. അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനത്തെ സന്ദർഭങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. എപ്പോഴൊക്കെയാണ് അങ്ങനെ, എപ്പോഴൊക്കെയാണ് വാവ് അലിഫായി മാറുക, എപ്പോഴൊക്കെയാണ് യാ അലിഫായി മാറുക, എപ്പോഴൊക്കെയാണ് ആ യാവും വാവും മാറാതെ നിൽക്കുക, അങ്ങനെയൊക്കെ ഇനി പഠിക്കാൻ പോവാണ്. അൻവാഉഹു, ആ മുഅത്തലിന്റെ ഇനങ്ങൾ, മുഅത്തലായ ഫിഅലുകളുടെ ഇനങ്ങൾ സബ്അത്തുൻ, 7 ആണ്. ഒന്ന് ഫാ ഫിഅൽ മുഅത്തലായത്, ഒന്ന് ഐൻ ഫിഅൽ മുഅത്തലായത്, ഒന്ന് ലാം ഫിഅൽ മുഅത്തലായത്. അപ്പൊ തന്നെ 3 പിന്നെ ഫാ ഫിഅലും ലാം ഫിഅലും മുഅത്തലായത്, ഫാ ഫിഅലും മുഅത്തൽ, ലാം ഫിഅലും തലിം വാലും പോയത്. പിന്നെ ഐൻ ഫിഅലും ലാം ഫിഅലും മുഅത്തലായത്, പിന്നെ ഫാ ഫിഅലും ഐൻ ഫിഅലും മുഅത്തലായത്. ഇങ്ങനൊക്കെ ഫുള്ള് മുഅത്തലായത് വരില്ല. അൽ മുഅത്തലുൽ ഫാഉ, ഫാ ഫിഅൽ മുഅത്തലായ ഫിഅൽ എന്ന് പറഞ്ഞാൽ മാ കാന ഫാഉ ഫിഅലിഹി വാവൻ ഔ യാഅൻ, അതിന്റെ ഫാ ഫിഅൽ വാവോ യാഓ ആയി വരുന്ന ഫിഅൽ, അതാണ് മുഅത്തലുൽ ഫാ എന്ന് പറഞ്ഞാൽ. അലിഫ് ഫാ ഫിഅൽ മുഅത്തലായിട്ട് വരൂല, വാവോ യാഓ ആണ് വരിക. കാരണം അലിഫ് കൊണ്ട് തുടങ്ങാൻ കഴിയില്ലല്ലോ, ഒരു സംസാരം തുടങ്ങാൻ കഴിയില്ലല്ലോ. ഒരു ഫിഅലിന്റെ തുടക്കത്തിൽ അലിഫ് വരൂല. ഹംസ വരും, ഹംസ ഇല്ലത്തിന്റെ ഹർഫും അല്ല. ആ ഇത് ഹംസയാണ്, ആ ഇ ഉ ഇത് ഹംസയാണ്. മറ്റേ ഖാല എന്ന് പറഞ്ഞിടത്തുള്ള ഖാ, ആ നീണ്ടു പോണ സാധനത്തിന് അലിഫ് എന്ന് പറയാം. അത് ഒരു പദത്തിന്റെ തുടക്കത്തിൽ വരൂല. അപ്പൊ തുടക്കത്തിൽ വാവോ യാഓ വന്നാൽ ആ വാവിന് യാ ഇനി അച്ചേൽക്ക് നിലനിർത്തും, അതിനെ നമ്മൾ അലിഫാക്കൂല. യുഖാലു ലഹു, ഈ ഫാ ഫിഅൽ മുഅത്തലായ അതിന്റെ തുടക്കത്തിൽ വാവോ യാഓ ഉള്ള, ഒരു തുടക്കത്തിൽ വാവോ യാഓ ഉള്ള ഫിഅല്, അത് യുഖാലു ലഹു, അതിന് പറയപ്പെടും അൽ മിസാലു, മിസാല് എന്ന് പറയപ്പെടും. ആ ഫിഅലിന്റെ പേരതാണ് മിസാൽ. ലി മുമാസലതിഹി, അത് സാദൃശ്യം, അത് തുല്യമായതിന് വേണ്ടിയ സഹീഹായ ഫിഅലിനോട്, അതായത് എല്ലാത്തിന്റെ ഹർഫൊന്നും ഇല്ലാത്ത ഫിഅലിനോട്. ഫി ഇഹ്തിമാലിൽ ഹറകാതി ഫിൽ ഫിഅലിൽ മാദി, മാദിയായ ഫിഅലില് ഹറക്കത്തുകളെ ചുമക്കുന്ന വിഷയത്തിൽ സഹീഹായ ഫിഅലിനോട് ഇത് തുല്യമായിട്ടുണ്ട്. ഇപ്പം വഅദ, കതബ, ഇതിലൊക്കെ എന്താണ്? ഈ മാദിയായ ഈ വഅദ എന്ന ഫിഅൽ, അതിന്റെ തുടക്കത്തിൽ എന്താണ്? വാവാണ്, മുഅത്തലായ ഫിഅലാണത്. കതബ എന്ന ഈ ഫിഅലും ഇതും തമ്മിൽ, അവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ?
ഹറക്കത്തുകളൊക്കെ ഒരേമാതിരി തന്നെ വരുന്നുണ്ട്. വഅദ്തു, കതബ്തു, വഅദ്ത, കതബ്ത ഒക്കെ മാദിയായ ഫിഇല് സർഫാക്കുന്ന സമയത്ത് ഈ വഅദയും കതബയും ഒക്കെ ഒരേമാതിരിയാണ്. സഹീഹായ കതബയും ഈ മുഅത്തല്ലായ വഅദയും ഒരേമാതിരിയാണ്. ഫതഖൂൽ, അപ്പോൾ നീ പറയും വഅദ, വഅദ, വഅദു, വഅദത്, വഅദത, വഅദ്ന, വഅദ്ത, വഅദ്തുമാ, വഅദ്തും, വഅദ്തി, വഅദ്തുമാ, വഅദ്തുന്ന, വഅദ്തു, വഅദ്ന. അവിടെ നമ്മൾ വഅദ്തു, വഅദ്ന അങ്ങനെ പറയും. വഅദ്ത, വഅദ്തുമാ, വഅദ്തും നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയും. എഴുതുമ്പോൾ എന്താണ് വഅദത്, വഅദത, വഅദ്ന, വഅദ്ത, വഅദ്തുമാ, വഅദ്തും ഇങ്ങനെയാണ് എഴുതുക. പറയുമ്പം വഅദ്ത, വഅദ്തുമാ എന്ന് പറയും. ഇതേപോലെ ഏതുപോലെ കതബ, കതബ, കതബു, കതബത, കതബത, കതബ്ന, കതബ്ത, കതബ്തുമാ, കതബ്തും, കതബ്തി, കതബ്തുമാ, കതബ്തുന്ന, കതബ്തു, കതബ്ന എന്ന് പറഞ്ഞ മാതിരി. വൽ മിസാലു, ഈ മിസാല് അതായത് ഫാഫിഅൽ മുഅത്തല്ലായ ഫിഅൽ ഇമ്മാ യകൂനു വാവിയൻ, ഒന്നിരിക്കൽ അത് വാവിയായിരിക്കും വഅദ പോലെ, ഔ യാഇയൻ അല്ലെങ്കിൽ യാഇ ആയിരിക്കും. നഹ്വു യഇസ, യസറ എന്നൊക്കെ പറഞ്ഞതുപോലെ. അമ്മൽ വാവിയു, അപ്പൊ വാവിന്റെ വിശദീകരണം നമ്മൾ പറയുകയാണെങ്കിൽ ഫതുഹ്ദഫുൽ വാവു, വാവിനെ കളയപ്പെടും. മിൻ മുദാരിഇഹി, അതിന്റെ മുദാരിഇൽ നിന്ന്. അല്ലദീ, എങ്ങനത്തെ മുദാരി ആണ്. യകൂനു സുലാസിയൻ, ആ മുദാരി ആകും സുലാസിയൻ മുജറദൻ, മുജറദായ സുലാസിയാകും. അലാ വസ്നി യഫ്ഇലു, യഫ്ഇലു വസ്നിന്റെ മേൽ ഉള്ളതായ മുജറദായ സുലാസിയാകും അതിന്റെ മുദാരി വാവി എന്ന് പറഞ്ഞാൽ. അലാ വസ്നി യഫ്ഇലു, യഫ്ഇലു വസ്നി ബികസ്രിൽ ഐൻ. വകദൽ അംറു വന്നഹി മിൻഹു, പ്രകാരം തന്നെയാണ് അംറുൻ നഹിയൊക്കെ. അതെ, അതിന്റെ മുദാരിഇൽ നിന്ന് വാവനെ കളയപ്പെടും. അല്ലദീ, എങ്ങനത്തെ മുദാരി. യകൂനു സുലാസിയൻ മുജറദൻ, ആ മുദാരി സുലാസി മുജറദായിരിക്കുന്നു, സുലാസി മുജറദാകും. അലാ വസ്നി യഫ്ഇലു, യഫ്ഇലിന്റെ വസ്നിന്റെ മേൽ ഉള്ളതായ സുലാസി മുജറദാകും. ബികസ്രിൽ ഐൻ. വകദൽ അംറു വന്നഹി മിൻഹു, അപ്രകാരം തന്നെയാണ് ഇതിൽ നിന്നുള്ള അമ്രും നഹിയും. അപ്പം വഅദ യൗഇദു എന്ന് പറയാതെ യഇദു എന്ന് പറയും യഫ്ഇലു വസ്നില്. അതുപോലെ അമ്രാക്കുമ്പോഴോ ഐദ്, ഇവ്ഇദ് എന്ന് പറയില്ല, ഐദ് എന്ന് പറയും. അതുപോലെ ലാ തഇദ്, ലാ യഇദ്, ലാ തുഅദ്, ലാ യുഅദ് ഇങ്ങനെ വരിക. മനസ്സിലായില്ലേ? നെഹിയൊക്കെ ആ വാവിനാണ് കളയപ്പെട്ടു പോകും യഫ്ഇലു വസ്നിൽ. അത്രയേ ഉള്ളൂ. ഒരു മിസാലായ ഫിഅല് അതിന്റെ തുടക്കത്തിൽ വാവാണ് എങ്കിൽ യഫ്ഇലു വസ്നിൽ അതിന്റെ വാവിന് കളയപ്പെടും. അപ്പൊ യഫ്ഇലു വസ്നിൽ കളയപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ യഫ്ഇലു വസ്നിൽ നിന്നാണ് ആരുണ്ടാക്കി, മുദാരിഇൽ നിന്നാണ് ആരുണ്ടാക്കുന്നത്? അംറ് ഹാളിറിന് ഉണ്ടാക്കുന്നത്, അംറ് ഗായിബിന് ഉണ്ടാക്കുന്നത്, നെഹി ഹാളിറിന് ഉണ്ടാക്കുന്നത്, നെഹി ഗായിബിന് ഉണ്ടാക്കുന്നത് ഒക്കെ ഇവിടെ നിന്നാണ്? ഈ മുദാരിഇൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ മുദാരിഇൽ നിന്ന് ഉണ്ടായി വരുന്ന സാധനങ്ങളിൽ നിന്ന് അതും പോവും. ആര്? വാവ് പോവും. വമിൻ മസ്തരിഹി, അതിന്റെ ആ വാവിന്റെ മസ്തറിൽ നിന്നും വാവിനെ കളയപ്പെടും. ആ മിസാലിന്റെ മസ്തറിൽ നിന്നും വാവിനെ കളയപ്പെടും. അല്ലദീ, എങ്ങനത്തെ മസ്തർ. യകൂനു അലാ വസ്നി ഫിഅലുൻ, ഫിഅല് വസ്നിൽ ഉള്ളതായ മസ്തറിൽ നിന്നും വാവിനെ കളയപ്പെടും. അപ്പം വഅദ യഇദു വിഅദ് ആണ് മസ്തർ എങ്കിൽ അവിടെ എന്ത് പോവും? വാവിനെ കളയപ്പെടും. എന്നിട്ടോ ആ വാവിന് പകരമായിട്ട് അതിന്റെ അവസാനത്തിൽ ഒരു ത ഇട്ടു കൊടുക്കും. ഐദത് എന്നാക്കും. വഅദ യഇദു വിഅദൻ എന്നാ വാവിനവിടെ കളഞ്ഞിട്ട് അവിടെ ദാലിന് ശേഷം ഒരു ത ഇട്ട് കൊടുക്കും. അത് ഈ വാവിന് പകരാണ്. ഐദത് എന്നാവും. ഇങ്ങനെ ഒരു പരിപാടി അവർക്കുണ്ട്. അതിന്റെ മറ്റെല്ലാ തസ്രീഫാത്തിലും ആര് രക്ഷപ്പെടും? വാവ് രക്ഷപ്പെടും.
ഫതഖൂലു, നീ പറയും മിൻ വഅദ യഇദു, വഅദ യഇദുവിൽ നിന്ന് നീ പറയും അസ്ലുഹു യൗഇദു, അതിന്റെ അസ്ല് യൗഇദു എന്നാണ്. വ ഫിഇലിൽ അംരി, അമ്ര ഫിഇലിൽ നിന്ന് നീ പറയും ഇദ് എന്ന് നീ പറയും. അതിന്റെ അസ്ൽ എന്താണ്? ഇദ് എന്നാണ് ഉണ്ടാവുക. വഅദ യൗഇദു തൗഇദു. അപ്പൊ നമ്മൾ അമ്ര ഹാദർ ഉണ്ടാക്കുമ്പോൾ ഇദ് എന്നാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ എന്തായി, ഇവിടെ മുദാറഅത്തിന്റെ ഹർഫിന്റെ യഫ്ഇൽ വസനിലേക്ക് എത്തുന്ന സമയത്ത് അതിൽ നിന്ന് വാവിനെ കളയപ്പെടുമ്പോൾ പിന്നെ എന്തായി, പിന്നെ വഅദ യഇദു, യഇദുവിനെ നമ്മൾ അമ്ര ഹാദർ ആക്കുമ്പോൾ തഇദു ആക്കും. തഇദുമെന്നാണ് അമ്ര ഹാദർ ഉണ്ടാക്കുക. നീ ഒരു പുരുഷൻ കരാർ ചെയ്യും എന്ന അർത്ഥം വരുന്ന തഇദു തൗഇദു തഫ്ഇലു, അവിടുന്നാണ് അമ്ര ഹാദർ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തായി, യഫ്ഇൽ വസനിൽ വാവിനെ കളഞ്ഞില്ലേ, അപ്പൊ തൗഇദു എന്നുള്ളത് തഇദു എന്നാണ് ഉള്ളത്. പിന്നെ മുദാറഅത്തിന്റെ ഹർഫിനെ തട്ടി, പിന്നെ ബാക്കിയുള്ള എന്താണ് ഇദ്. പിന്നെ അവിടെ വസലിൽ ഹംസനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആ യഫ്ഇൽ വസനിൽ മാത്രമാണ് ഇങ്ങനെ ഉണ്ടാവുക. ഫിഇല് സുലാസിയാവണം, സുലാസി മുജറദാവണം. ഫിഇല് സുലാസി മുജറദാവണം. അതിന്റെ തുടക്കത്തിൽ വാവാവണം, വാവിയായ മിസാലാവണം ആ ഫിഇല്. അതിന്റെ വസ്ന് യഫ്ഇൽ വസ്നു ആവണം. ഈ സമയത്താണ് വാവിനെ കളയാം. തിരിഞ്ഞില്ലേ? അപ്പം അതുപോലെ വഇദത്തുൻ തഖൂലു മിൻ വഅദ, വഅദയിൽ നിന്ന് പറയും യഇദു എന്നത് പറയും. അതിന്റെ അസ്ലി യഇദു എന്നാണ്. അമ്ര ഫിഇലിൽ നിന്ന് ഇദ് എന്ന് നീ പറയും. അതുപോലെ വന്നഹി, നഹിയിൽ നിന്ന് നീ പറയും ലാ തഇദ് എന്ന് പറയും. അല്ലെങ്കിൽ വേണ്ട, ഫതഖൂലു മിൻ വഅദ യഇദു എന്ന് പറയും. അസ്ലുഹു യൗഇദു. വഫിഅലുൽ അംരി, അതിന്റെ അമ്ര ഫിഅൽ ഇദ് എന്നാണ്. വന്നഹി വഫിഅലുൻ നഹി, അതിന്റെ നഹി ഫിഅൽ ലാ തഇദ് എന്നാണ്. വഇദത്തുൻ, ഇദത്ത് എന്ന പദം എന്ന അതിന്റെ മസ്ദർ അസ്ലുഹു, അതിന്റെ അസ്ല് വിഅദുൻ എന്നാണ്. തിരിഞ്ഞില്ലേ? വസ്മുൽ ഫാഇലി, ഇസ്മുൽ ഫാഇലി ഇസ്മു മഫ്ഊല്. ഇനി ഇതിൽ നിന്ന് അങ്ങനെയാണ് ഇസ്മു ഫാഇൽ ഇസ്മു മഫ്ഊൽ ഉണ്ടാക്കുക. വസ്മുൽ ഫാഇലി വസ്മുൽ മഫ്ഊലി മിൻഹു, ഈ ഫിഇലിൽ നിന്ന് ഇസ്മു ഫാഇലും ഇസ്മു മഫ്ഊലും ഉണ്ടാക്കുന്ന രൂപം അതാണ് ഇനി പറയാൻ പോണത്. അത് വാഇദുൻ മൗഊദുൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. വാവനെ കളയൂല. യഫ്ഇൽ വസനുള്ള മുദാരിഇൽ നിന്നും ആ മുദാരിഇൽ നിന്ന് ഉണ്ടാക്കുന്ന അമ്ര ഹാദർ, അമ്ര ഗായിബ്, നഹി ഹാദർ, നഹി ഗായിബ് പോലത്തെ സാധനങ്ങളിൽ നിന്നാണ് ആരെ കളയുള്ളൂ? വാവനെ കളയുള്ളൂ. പിന്നെ മസ്തറിൽ നിന്നും കളയും. ഫിഇൽ വസനുള്ള മസ്തറിൽ നിന്ന് കളഞ്ഞിട്ട് അവസാനത്തിൽ ഒരു താ കൊടുക്കും. ഈ സ്ഥലത്ത് മാത്രമേ കളച്ചിലുള്ളൂ. ബാക്കി ഇസ്മു ഫാഇലിന്റെ സമയത്ത് കളച്ചിലില്ല. വാഇദുൻ, ഇസ്മു മഫ്ഊലിന്റെ സമയത്തുമില്ല. മൗഊദുൻ. വകദാലിക, അപ്രകാരം തന്നെ മീൻ സീഖത്തി വസിഖ യസിഖു സിഖ് ലാ തസിഖ് സിഖത്തുൻ വാസിഖുൻ മൗസൂഖുൻ എന്നൊക്കെ നീ പറയും. ലാ തൗസിഖ് എന്നാണ് ഉണ്ടാകുക, തസിഖ് എന്നാകും. എന്താണ് വിസ്ഖുൻ എന്നാണ് ഉണ്ടാകുക. വിസ്ഖുൻ ഫിഅലുൻ, വസഖ യസിഖു വിസ്ഖുൻ എന്നാണ് മസ്ദർ ഉണ്ടാവുക. ആ വാവനെ കളഞ്ഞിട്ട് അതിന് പകരം താ കൊടുക്കും മസ്ദറിൽ. അവ സിഖത്തുൻ എന്നാകും. ഇദത്തുൻ എന്നതുപോലെ. ഇതാ ഉസീലത്ത് കസ്റത്തു മാ ബഅദൽ വാവി, ഇനി വാവിന് ശേഷം ഉള്ള ഒരു ഹർഫിന്റെ കസ്റത്ത് നീക്കം ചെയ്യപ്പെട്ടാൽ ഉഈദത്തിൽ വാവുൽ മഹ്ദൂഫത്തു, കളയപ്പെട്ട വാവ് തിരിച്ച് കൊണ്ടുവരപ്പെടും. യഫ്ഇൽ വസ്നാവുമ്പോഴാണ് പ്രശ്നം. ഐൻ ഫിഇലിന് കസ്റാവുമ്പോഴാണ് ആര് പോവുക? വാവ് പോവുക മുദാരിഇൽ നിന്ന്. ഐൻ ഫിഇലിന് കസ്ർ പോയാലോ വാവ് തിരിച്ചു വരും. ഏതുപോലെ യുഅദു എന്ന് പറഞ്ഞത് ഉഇദ യുഅദു, ഉഇദ യുഅദു എന്നല്ല പറയാം, യുഅദു എന്നാണ് പറയുക. എന്താ കാരണം? അവിടെ ഐൻ ഫിഇൽ ഫതഹാണ്. ഫിഇൽ മജ്ഹൂലാകും, എന്താകും? ഫുഇല യുഫ്അലു ആകും. അപ്പൊ ഐൻ ഫിഇൽ ഫതഹാകും. ഐൻ ഫിഇൽ ഫതഹാകുമ്പോൾ വാവ് വരും. ഈ മുദാറഅത്തിന്റെ ഹർഫിന്റെയും കസ്റത്തിന്റെയും ഇടയിൽ നിൽക്കുമ്പോഴാണ് വാവ് പോവുക. രണ്ടാളുടെ ഇടയിൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ പോവുക. കസ്റത്ത് മാറി ഫതഹത്തായി കഴിഞ്ഞാൽ വാവ് വരും. യുഅദു. അതുപോലെ യൂസഖു എന്നൊക്കെ പറഞ്ഞതുപോലെ. മാഹുവൽ മുഅ്തല്ലു, എന്താണ് മുഅ്തല്ല്? മാഹിയ ഹുറൂഫുൽ ഇല്ലത്തി, എന്താണ് ഇല്ലത്തിന്റെ ഹർഫുകൾ? മാഹുവൽ മുഅ്തല്ലുൽ ഫാ, ഫാ ഫിഅൽ മുഅ്തല്ലായ ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്കുർ മിസാലൻ അലാ ദാലിക്, അതിനൊരു ഉദാഹരണം പറയാം.
ലിമാദ യുസമ്മൽ മുഅത്തല്ലുൽ ഫാ മിസാലൻ, എന്തുകൊണ്ടാണ് ഫാ ഫിഅൽ മുഅത്തല്ലായ ഫിഅലിന് മിസാൽ എന്ന് പറഞ്ഞത്? ഇലാ കം ഖിസ്മി യൻഖസിമുൽ മുഅത്തല്ലുൽ ഫാഇ മുഅത്തല്ലുൽ ഫാഉ, ഫാ ഫിഅൽ മുഅത്തല്ലായ ഫിഅൽ അത് എത്ര ഇനങ്ങളാണ് ഉള്ളത്? ഫാ ഫിഅൽ മുഅത്തല്ലായ ഫിഅൽ എത്ര ഇനാണുള്ളത്? മതാ തുഹ്ദഫുൽ വാവു ഫിൽ മിസാലി, എപ്പോഴാണ് മിസാലിൽ വാവിനെ കളയപ്പെടൽ? ഇശ്റഹ് ഹാദിഹിൽ ജുംല, ഇനി താഴെ വരുന്ന ജുംല ഇതൊന്ന് ഇശ്റഹ് ചെയ്യാൻ. വതസ്ലമു മിൻ സായിരി തസാരീഫിഹി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശ്യം? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉദ്ദേശ്യം വിശദീകരിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വിശദീകരിക്കണം. സറിഫ് ഹാദിഹിൽ അഫ്ആല ഇലൽ മുദാരി വൽ അംരി തസ്രീഫൻ കാമിലൻ, താഴെ വരുന്ന ഫിഅലുകൾ ഫഅല യഫ്ഇലു ഫിഅലൻ ഫഹുവ ഫാഇലുൻ, ഫഅല യഫ്അലു ഫിഅലൻ ഫഹുവ മഫ്ഊലുൻ, അൽ അംറു മിൻഹു ഇഫ്അൽ യഫ്അൽ ലിയഫ്അൽ വന്നഹി ലാ തഫ്അൽ ലാ യഫ്അൽ ലാ യുഫ്അൽ ലാ തഫ്അൽ ലാ തുഫ്അൽ, അത് പറഞ്ഞല്ലോ. അവ ഇത്രയും മൊത്തം തസ്രീഫ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ തസ്രീഫ് ചെയ്യണം. ആ അജ്നാസിൽ നമ്മൾ ചെയ്യുന്ന തസ്രീഫ് മൊത്തം ചെയ്യണം. വഅദ വസല വസിഖ വജുഹ വസഫ വരിസ വലദ, ഇത്രയും ഫിഅലുകളിൽ തിരിഞ്ഞില്ലേ. അപ്പോൾ മസ്തർ വജുഹൻ്റെ മസ്തറൊക്കെ പോയി നോക്കുക. അപ്പോൾ എവിടെയൊക്കെയാണ് വാവ് കളയേണ്ടത്, വാവ് കളയാതെ തസ്രീഫ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെ ശരിക്കും നോക്കിയിട്ട് അതിനനുസരിച്ച് തസ്രീഫ് ചെയ്യാം. വഅദൻ്റെ വജുഹൻ്റെ മുദാരി പോയി നോക്കണം, വസഫൻ്റെ മുദാരി പോയി നോക്കണം, വരിസൻ്റെ മുദാരി പോയി നോക്കണം, വലദൻ്റെ പോയി നോക്കണം, വസലൻ്റെ പോയി നോക്കണം. എന്നിട്ട് അതിനനുസരിച്ച് തസ്രീഫ് ചെയ്യണം. ബയ്യിൻ അസ്ലൽ മസാദിരിൽ മദ്കൂറത്തി അജ്നാഹു, ഇനി താഴെ വരുന്ന കുറേ മസ്തറുകളുണ്ട്, അതിൻ്റെ ഒക്കെ അസ്ൽ എന്താണെന്ന് പോയി നോക്കണം. അസ്ൽ എന്താണെന്ന് വിശദീകരിക്കണം. സിഖത്തിൻ്റെ അസ്ൽ അതെന്തായിരുന്നു? സിറത്തിൻ്റെ അസ്ൽ എന്തായിരുന്നു? ഇദത്ത്, സിഫത്ത്, ജിഹത്ത്, മിഖത്ത്, ഇതിൻ്റെയൊക്കെ അസ്ലിയായ രൂപം എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് അത് ഇക്കോലത്തിലായത് എന്നൊക്കെ വിശദീകരിക്കണം. ഓക്കെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.